നമസ്കാരം. വള്ളിച്ചീര ഉണ്ടല്ലോ, വള്ളിച്ചീര. ഈ പേര് പോലെ തന്നെ വള്ളിയാണ് കൂടുതലുള്ളത്. കണ്ടോ, വള്ളിയോടൊപ്പം ധാരാളം ഇലകളുമുണ്ട്. അപ്പോൾ ചെറിയൊരു വള്ളി വെച്ച് കൊടുത്താൽ ധാരാളം ഇലകൾ കിട്ടും. ആ ഇലകൾ സാധാരണ ചീര വയ്ക്കാവുന്നത് പോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചീരയിൽ തോരൻ വയ്ക്കാം, പിന്നെ പരിപ്പിട്ട് കറി വയ്ക്കാം, കുറുമ ഉണ്ടാക്കാം, പിന്നെ ബജ്ജി ഉണ്ടാക്കാം. ഇതിൽ ഇലയിൽ കടലമാവിൽ മുക്കി ബജ്ജി ഉണ്ടാക്കിയാൽ പപ്പടവട പോലെ കഴിക്കാൻ പറ്റും. പിന്നെ നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് ഇതിൽ. ഇതൊരു മൾട്ടി വിറ്റാമിനാണ് ഇതിൽ. പിന്നെ ഇതിൻ്റെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഫൈബർ എന്ന സാധാരണ മറ്റ് ചെടികൾക്കുണ്ടാകുന്ന ഫൈബർ പോലെയല്ല ഇതിലുള്ളത്. ഒരു വഴുവഴുത്ത ഫൈബറാണ്. അതുകൊണ്ട് ഉദരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളും മാറ്റാൻ പറ്റും. മലബന്ധം മാറിക്കിട്ടും. പിന്നെ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക് ഇത് സ്ഥിരമായി കഴിക്കാം. ജോയിൻറ്റ് പെയിൻ കുറയും. പിന്നെ തീപ്പൊള്ളലുണ്ടായാൽ, ചെറിയ തീപ്പൊള്ളൽ, അതായത് ഗുരുതരമായിട്ടൊന്നുമല്ല, ചെറിയ തീപ്പൊള്ളലുണ്ടായാൽ ഇത് ഇലയും തണ്ടും കൂടെ അരച്ച് പിടിപ്പിച്ചാൽ തീപ്പൊള്ളലും മാറിക്കിട്ടും. അതുപോലെ തന്നെ തീപ്പൊള്ളൽ കൊണ്ടുള്ള ചെറിയ പാടുകൾ അതും ഉണ്ടായില്ല. നല്ല ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ഇതിൽ പൊട്ടാഷ്യം, മഗ്നീഷ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വള്ളിച്ചീര വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. അധികം രോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല. പടർന്ന് വലുതായിക്കൊള്ളും. ഒരു ഫാഷൻ ചെടിയായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. നന്ദി.